ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അംബാലിക അജയനെയും പ്രസീതയെയും ഫോൺ വിളിച്ചിട്ട് നേരിൽ കാണണമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ 4 പേരും കൂടി കണ്ടുമുട്ടുകയാണ് കേട്ടോ. അങ്ങനെ അംബാലികയും അനിരുദ്ധനും കൂടി അജയനോടും പ്രസീതയോടും ഭാവനയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അംബാലിക അജയനോട് ഇക്കാര്യം പറയുന്നത്. അങ്ങനെ അജയനും പ്രസീതയും പറയുന്നുണ്ട്, മാനസയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടത്താമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളെ ദുബായിൽ നിന്നും ഇവിടേക്ക് വരുത്തിയത് തന്നെ. എന്നിട്ട് അവസാനം സംഭവിച്ചത് ആ ഭാവന കാരണമാണ് എൻ്റെ മോളുടെ ജീവിതം തട്ടിത്തെറിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ദേഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ എന്ന് അംബാലികയും പറയുകയാണ്. എൻ്റെ മോൾ അരുന്ധതിയെയും എന്നിൽ നിന്ന് തട്ടിയെടുത്തത് ആ ഭാവന തന്നെയാണ്. ഭാവന കാരണമാണ് എൻ്റെ മോൾ എന്നെ വെറുത്ത് ഭരത്തിൻ്റെ കൂടെ വീണ്ടും പോയത്. അവളെല്ലാം മറന്ന് എൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു. വീണ്ടും ഭരത്തിനെയും അരുന്ധതിയെയും ഒന്നിപ്പിച്ചതും ഭാവന തന്നെയാണ്. ആ പകയൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയുമില്ല. അതിന് അവൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തേ മതിയാവും. ഇപ്പോൾ ജയനിർമ്മലയ്ക്ക് അവളെന്ന് വെച്ചാൽ ജീവനാണ് എന്ന് അജയനും പ്രസീതയും കൂടി പറയുമ്പോൾ ജയനിർമ്മലയെ ആദ്യം മാനസികമായി തളർത്തണം. എന്നാൽ മാത്രമാണ് അവളെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിന് ആദ്യം ഭാവനയുടെ കുഞ്ഞിനെ നശിപ്പിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പറയണം. അങ്ങനെ അജയൻ ചോദിക്കുകയാണ്, എന്താണ് അതിന് അംബാലിക ഉദ്ദേശിച്ച പ്ലാന് എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് നടക്കുന്നത് വല്ലതുമാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പ്രസീത പറയുന്നുണ്ട്, ഞാനും അജയേട്ടനും കൂടി ഞങ്ങൾ ഒരുപാട് തവണ ആലോചിച്ചതാണ് ഭാവനയുടെ കുഞ്ഞിനെ കളയാമെന്നുള്ളത്. പക്ഷെ എങ്ങനെ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ലൊരു വിദ്യയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അംബാലികയുടെ കയ്യിലുള്ള ഏലസങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു വിദ്യ എന്ന് പറയുമ്പോൾ ഇതെന്താ, ഇതെങ്ങനെ ചെയ്യാനാ, അവളെ കൊണ്ട് കെട്ടിപ്പിക്കലൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ അതിന് ഭാവനയെ ഇത് കെട്ടിപ്പിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഭാവന ഇത് കെട്ടുകയും വേണ്ട, ഭാവന ഇതൊന്നും മറികടക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് വീണ്ടും അജയൻ ചോദിക്കാൻ കേട്ടോ. ഭാവന നടന്നു പോകുന്ന ആ സ്ഥലത്ത് അവൾ കാണാതെ ഈ ഏലസ് അവിടെ ഇടണം. എന്നിട്ട് ഭാവന അത് മറികടന്ന് പോയാൽ മാത്രം മതി. പിന്നീട് ഒരു പ്രശ്നവുമില്ല. പിന്നീട് അവളുടെ വയറ്റിലെ കുഞ്ഞങ്ങ് ഇല്ലാതായിക്കോളും എന്ന് പറയുമ്പോൾ ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യവുമാണ്, ഇതിലൊന്നും എനിക്കൊരു വിശ്വാസവുമില്ല എന്ന് അജയൻ പറയുമ്പോൾ അങ്ങനെ പറയരുത്, ഇത് നിസ്സാരമായി കാണുകയും വേണ്ട. ഞാൻ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കൂടോത്രക്കാരൻ്റെ കയ്യിൽ നിന്നുമാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതുകൊണ്ട് ഫലിച്ചവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണുകയൊന്നും വേണ്ട അജയൻ എന്ന് അംബാലിക പറയുകയാണ് കേട്ടോ. അങ്ങനെ അനിരുദ്ധം പറയുന്നുണ്ട്, ആദ്യം അജയ നീ പറഞ്ഞതുപോലെ ചെയ്തു നോക്ക്, അപ്പോഴറിയാലുമല്ലോ ഇത് നിസ്സാരമായതാണോ എന്നുള്ളത്. എനിക്കും ഭാവനയോട് തീർത്താൽ തീരാത്ത പക തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് ചെയ്തേ മതിയാവൂ എന്ന് അനിരുദ്ധനും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അംബാലിക പറയുകയാണ്, ഇതിന് ഒരു ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു തവണ മാത്രമാണ് ഇത് മറികടന്ന് അതിൻ്റെ ഫലം പിന്നീട് ഉണ്ടാവുകയില്ല. അതിൻ്റെ ഫലം തീരുമെന്ന് പറയട്ടെ. അപ്പോൾ അത് മറ്റാരെങ്കിലും ആണെങ്കിലോ എന്ന് പ്രസീത ചോദിക്കുമ്പോൾ ആരായാലും അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് മരണഭയമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പ്രസീതയ്ക്ക് അത് കേൾക്കുമ്പോൾ ആശ്വാസമാവുകയാണ്. മരണങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളത് കേട്ടതോട് കൂടിയിട്ട് ചെറിയ ബുദ്ധിമുട്ടും അസ്വസ്ഥതയുമല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അംബാലിക പറയണേ, ഇത് ഗർഭിണി ആരാണോ അവർ എടുത്തു കടന്നാൽ മാത്രമാണ് അവരുടെ ഗർഭം അലസിപ്പോവുകയുള്ളൂ. അല്ലാത്തവരൊക്കെ കടന്നു കഴിഞ്ഞാലൊക്കെ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവും, അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അംബാലിക പറഞ്ഞു കൊടുത്ത പ്രകാരം അജയനും പ്രസീതയും അതുമായിട്ട് സൂര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വേണം. അംബാലിക അപ്പോൾ പറയുകയാണ്, അജയ നീ നിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചേക്ക്, ഞാൻ നിനക്ക് അതിലേക്ക് പൈസ ഇട്ട് തരാമെന്ന് പറയുമ്പോൾ അത് മതി, പൈസ തന്നെയാണ് വേണ്ടത്, മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. എങ്കിൽ കാര്യം നടന്നിട്ട് ഞാൻ നിനക്ക് പൈസ അയച്ചു തരാമെന്ന് അംബാലിക പറയുമ്പോൾ അജയൻ പറയും, അത് പറ്റില്ല, ആദ്യം തന്നെ പൈസ എൻ്റെ അക്കൗണ്ടിൽ എത്തണം, എന്നാൽ മാത്രമാണ് ഞാൻ ഇതിനൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അംബാലിക പൈസ അയച്ചു കൊടുക്കുകയാണ് അജയന്. അങ്ങനെ വീട്ടിലെത്തുകയാണ് കേട്ടോ പ്രസീതയും അജയനും കൂടി. പിന്നീട് സേതുവുമായിട്ട് വല്യച്ഛൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. സേതുവിൻ്റെ നിരപരാധിത്വം കോടതിക്ക് തെളിഞ്ഞത് കൊണ്ട് സേതുവിനെ വെറുതെ വിടുകയാണ്. അങ്ങനെ ആ സന്തോഷത്തിലാണ് വിജയപത്മനും സേതുവും കൂടി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ സേതുവിനെ കാണുന്ന സമയത്ത് ഗായത്രിക്കും മായയ്ക്കും ഭാമയ്ക്കും ഭരത്തിനും അരുന്ധതിക്കുമൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ ഗായത്രി സേതുവിനെ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോൻ ഒരു കുഴപ്പം
കുഴപ്പവും കൂടാതെ ഇവിടെ തിരിച്ചെത്തിയല്ലോ, അത് തന്നെ അമ്മയ്ക്ക് വലിയ ആശ്വാസം എന്നൊക്കെ പറയാണ്. അങ്ങനെ സേതുവിനെ കാണുന്ന സമയത്ത് ഭരത്തും കെട്ടിപ്പിടിച്ച് ഏട്ടാ എന്നോട് ക്ഷമിക്കണം, ഏട്ടൻ എനിക്ക് വേണ്ടി വലിയൊരു ത്യാഗമാണ് ചെയ്തത്, ഈ ഒരു സഹായമൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ഭരത്തിൻ്റെ കുറ്റബോധവും ചെയ്തതെല്ലാം തെറ്റാണെന്നും മനസ്സിലാക്കിയ ഭരത് എല്ലാവരോടും മാപ്പൊക്കെ പറയുകയാണ്. അങ്ങനെ സേതു പറയുന്നുണ്ട്, ഇനി മോൻ ഒരിക്കലും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ പോയി ചാടരുത്, എല്ലാ ചതിയും മനസ്സിലാക്കിയിട്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നുള്ള ഉപദേശമൊക്കെ സേതു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഗായത്രി പറയുന്നുണ്ട്, ഇനിയെങ്കിലും എല്ലാതും ഒന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നോക്കടാ മോനെ എന്ന് ഭരത്തിനോട് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു നിമിഷം വിജയപത്മൻ്റെ മുന്നിൽ വെച്ച് ആഘോഷിക്കുകയാണ്. അങ്ങനെ വിജയപത്മനും അതൊരു വലിയ സന്തോഷം തന്നെ ആവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പ്രസീതയും അജയനും കൂടി റൂമിൽ വന്ന് സംസാരിക്കാൻ കേട്ടോ. ഭാവനയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് അംബാലിക തന്ന ഈ പ്രയോഗം ഇത് ഫലിക്കുമോ എന്തോ, എനിക്കെന്താ തോന്നുന്നില്ല എന്ന് പ്രസീതയോട് പറയുമ്പോൾ പ്രസീത പറയുകയാണ്, അംബാലിക വെറുതെ ഒന്നും തരില്ലല്ലോ, എന്തായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം, മോളോട് എന്തായാലും പറയേണ്ട, മാനസ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും സമ്മതിക്കുകയുമില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും മാനസ ഇതൊന്നും അറിയരുത് എന്നൊക്കെ അജയനും പ്രസീതയും കൂടി സംസാരിക്കാൻ കേട്ടോ. ആ സമയത്താണ് മാനസ അതുവഴി വരുന്നത്. അങ്ങനെ പ്രസീതയും അജയനും ഭാവനയുടെ കുഞ്ഞിനെ കളയണം എന്ന് പറയുന്ന ആ കാര്യം മാനസ കേൾക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മാനസ ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ മാനസ ഓടി ചെന്നിട്ട് ഭാവനയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഭാവന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാവും. അങ്ങനെ മാനസ വെപ്രാളം പിടിച്ച് വരുന്നത് കാണുമ്പോൾ ഭാവന ചോദിക്കുകയാണ്, എന്താ മാനസ, എന്താണ് എന്ന് ചോദിച്ചറിയുമ്പോൾ ഭാവന നിങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭാവന അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താ മാനസ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും ആരോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോയിരുന്നു, എന്നിട്ട് അവർ ഇപ്പോൾ തിരികെ വന്ന ശേഷം റൂമിലിരുന്ന് കൊണ്ട് അവർ ഇക്കാര്യമാണ് പറയുന്നത്, ഞാൻ കേട്ടു, പക്ഷെ അവർ എന്നെ കണ്ടിട്ടില്ല, ഭാവന നീ ഒന്ന് സൂക്ഷിക്കണം, അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, വ്യക്തമായി ഞാൻ കേട്ടില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഭാവന അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ മാനസ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയ ശേഷം നീ അതുകൊണ്ട് ആ കാര്യത്തിലും ഒന്ന് ശ്രദ്ധ വേണമെന്നൊക്കെ ഉപദേശം കൊടുത്ത ശേഷം മാനസ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഭാവനയ്ക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പേടി തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയം നോക്കിയിട്ട് അജയൻ പുറത്ത് റൂമിൻ്റെ ആ തൊട്ടരികിലായിട്ട് തന്നെ ഈ ഏലസ് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഏലസിനെ ഭാവന ഒന്ന് മറികടന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാവും എന്ന് അംബാലിക പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ റൂമിൻ്റെ തൊട്ടരികിലായിട്ട് അജയൻ ആ ഒരു ഏലസ് കൊടുന്നു വെക്കുകയാണ്. അങ്ങനെ ഭാവന ഇതൊന്നും അറിയാതെ നേരെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ഏലസ് കാണുന്നില്ല. അങ്ങനെ ഭാവന എന്തായിരിക്കും ഇവരുടെ പ്ലാന് എന്നുള്ള ചിന്തയിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് റൂമിൽ നിന്നും. അങ്ങനെ ഭാവന ഏലസിൻ്റെ തൊട്ടരികിലായിട്ട് എത്തുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന അത് മറികടക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് അവിടേക്ക് സൂര്യ വന്ന് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ആ ഏലസിൽ മറികടക്കുന്നില്ല. അങ്ങനെ ഭാവന അവിടെ നിന്ന് തിരികെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അജയൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഭാവന ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ പെട്ടെന്നൊന്ന് മറികടക്കടി എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. പക്ഷെ ഭാവന ഏലസ് കടക്കുന്നില്ല. ഇനി അതിന് പകരം ഒരു പക്ഷേ പ്രസീതയോ അല്ലെങ്കിൽ മാനസയോ തന്നെ ആയിരിക്കും കേട്ടോ ആ ഏലസ് മറികടക്കുന്നത്. അങ്ങനെ അവർക്കായിരിക്കും കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വരാൻ പോകുന്നത്. പിന്നെ അംബാലിക പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഏലസിന് ഒരു തവണ മാത്രമാണ് ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഏലസിന് ഫലം ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ഭാവനയ്ക്ക് പകരം മറ്റാരെങ്കിലുമാണ് ആ ഏലസ് മറികടക്കുന്നത്.